അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ആശയക്കുഴപ്പമുണ്ട്. അത് കത്ത് താഴേക്ക് പോയത്. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ആർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 ഇനി അധികം ദിവസമില്ലല്ലോ, അപ്പൊ മനസ്സിലാവും. CMA താഴെ ആശയക്കുഴപ്പമുണ്ടല്ലോ. CMA ഇതിൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത് നിലനിൽക്കുകയല്ലേ, പൂർണ്ണമായും ആലപിക്കുമോ എന്നതാണ്. എല്ലാവരും ചോദിക്കാൻ അവസാനം പറയാം. CMA ചീഫ് സെക്രട്ടറിയുടെ ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞു. താങ്കൾ ഇതുവരെ സ്കൂളുകളിലൊക്കെ ഇതിന് മത്സരം നടക്കാൻ സമ്പൂർണ്ണമായി ആരംഭിക്കണമെന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ സംബന്ധിച്ച സമയത്ത് തന്നെ താങ്കൾക്ക് ഇതിന് ഒരു കൃത്യത വരുത്തിയിരുന്നെങ്കിൽ, വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ സ്കൂളുകളടക്കം ഉണ്ടാവുമായിരുന്നു. CMA ഈ ചീഫ് സെക്രട്ടറിയുടെ കത്ത് സ്വാഭാവികമായിട്ട് പുറത്തു വന്നു. അത് പല ഉദ്യോഗസ്ഥന്മാർക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആശയക്കുഴപ്പം ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാവില്ലേ, ഇത് മുഴുവൻ പാടിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് വിശദമായി അന്വേഷിക്കുക. കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വളരെ ഗൌരവതരമായ പരാതിയാണ് അത് സംബന്ധിച്ച് അത് കിട്ടിയിരിക്കുന്നത്. ഗൌരവത്തോടുകൂടി അന്വേഷിക്കുന്നത്. നമ്മളത് പാർലമെന്റിലെ ലോകസഭ അത് പാസാക്കി നമ്മൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ വരും പ്രതിഷേധിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കും. പിന്നെ അത് പാസ്സായി ആക്ട് ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മെയിൻ പരാതി സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള എൻക്രോച്ച് ആണെന്നാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ യൂണിയനാണ് അധികാരം നിയമനിർമ്മാണത്തിന്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനാണ് അധികാരം. കൺകറന്റ് ലിസ്റ്റിൽ 2 പേർക്കും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 18 ഭൂമിയുടെ അധികാരം. ഷെഡ്യൂളിൽ 18 അതിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അപ്പൊ നമുക്ക് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ ലംഘനം കൂടിയാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിന്റെ ഉള്ള അധികാരത്തിന്റെ, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ ലംഘനം കൂടിയാണ്. അപ്പൊ നമുക്ക് അവർ പാസ്സാക്കിയാൽ നമ്മൾ അതിനു മുമ്പ് രാഷ്ട്രീയമായ എതിർപ്പ് അറിയിക്കും, സ്റ്റേറ്റിന്റെ എതിർപ്പ് നമ്മൾ അറിയിക്കും. എന്നില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ അല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാന ജീവനക്കാർക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. ഒരു കുറവും വരുത്തില്ല.
staff for the education minister is being seen as an allegation as a quid pro quo. What is your response to this appointment? That I don't know. I am not aware about that. No, I will check. CMA Earlier, the government has already passed a resolution to freeze the Lok Sabha seat at 543. What is the decision taken by the state government, the Kerala state government? For what? Delimitation. Delimitation, we have a stand. Congress and India Front have taken a stand. And that is the same stand we have, political stand. ബോർഡ് കോർപ്പറേഷൻ വിഭജനമായി സംബന്ധിച്ച് ധാരണയായിട്ട് ബോർഡ് കോർപ്പറേഷൻ ഞങ്ങൾ ലാസ്റ്റ് വീക്കിലാണല്ലോ UDF യോഗം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിലാണ് ചർച്ച വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഫ്ലഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് നമ്മൾ ഈ ആഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചു. നമ്മൾ ചർച്ചകൾ തുടങ്ങി.